എല്ലാവരും മേഘസ്വരത്തിൽ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് എല്ലാവരും ഹൃദയപൂർവ്വം പാടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും മേഘസ്വരത്തിൽ പ്രശ്നങ്ങൾക്കും യേശു പരിഹാരമായി മാറുവാൻ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുവാൻ ആഗ്രഹിച്ച് ഹൃദയമുയർത്തി സ്വരമുയർത്തി മനമുയർത്തി എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് സ്നേഹമാണ്. സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നവനാണ്. അഭിഷേകം ആഗ്രഹിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥമായിട്ടിരുന്ന് ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് പഠിക്കാം. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നിറവേറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. യഥാർത്ഥമായതും യഥാർത്ഥമല്ലാത്തതുമായി നമ്മൾ ആയ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് യാഥാർത്ഥ്യമല്ലാത്തത് വെടിയാൻ നമുക്ക് പറ്റുക. 6 പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. ഒന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, സങ്കീർത്തനം 37 3 മുതൽ 5 വരെയുള്ള വചനഭാഗം. അവിടെ നമ്മൾ കാണുന്നത് നമ്മുടേതായ ക്രമങ്ങളൊക്കെ മാറ്റിയിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ക്രമം അത് നമ്മൾ ഏറ്റെടുത്ത് പാലിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം പ്രവർത്തിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ദൈവത്തെ പ്രകീർത്തിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ അഭിലാഷങ്ങൾ, നിന്റെ ആഗ്രഹങ്ങള് കർത്താവ് നിറവേറ്റി തരും എന്ന് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇല്ലായ്മയിലും വേദനയിലും അസ്വസ്ഥതകളിലും നമ്മൾ തടസ്സങ്ങൾ നേരിടുമ്പോഴും എല്ലാം ദൈവത്തെ പ്രകീർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. മറ്റൊരു കാര്യം 2 കൊരിന്തോസ് 4:16 മുതൽ വായിക്കുമ്പോൾ കാതലായ സന്ദേശം ഇതാണ്: ഞങ്ങളുടെ ബാഹ്യമനുഷ്യൻ ക്ഷയിക്കുന്നു, പക്ഷെ ആന്തരികമായി ഞങ്ങൾ നവീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നിരാശയില്ല. നമ്മൾ നിരാശപ്പെടാതെ എപ്പോഴും പ്രത്യാശയിൽ ജീവിക്കണമെങ്കിൽ ബാഹ്യമനുഷ്യൻ ക്ഷയിക്കണം.